കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രധാന ഘട്ടമായ പാറ തുറക്കൽ ഇന്ന് തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 മണിക്ക് ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ചെയ്യും. രാഹുൽ കെ വിയുടെ വിവരങ്ങൾ നൽകാനായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. 11 മണിക്കാണല്ലോ ആദ്യ സ്വിച്ച് ഓൺ കർമ്മം നടക്കുക. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? രാഹുൽ. മോത്തി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സ്വപ്ന പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നത്. നമ്മുടെ വയനാട് താമരശ്ശേരി ചുരത്തിൻ്റെ ബദൽപാത കൂടിയാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് സർക്കാർ. അതിൻ്റെ പ്രധാന ഘട്ടത്തിലേക്കാണ് ഇന്ന് കടക്കുകയും ചെയ്യുന്നത്. കൃത്യം 11 മണിക്ക് മോത്തി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പാറ തുരക്കൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം പൂർത്തിയാക്കിയത്. അതിനുശേഷം അവിടെ സമീപന റോഡിൻ്റെ അടക്കമുള്ള പണികൾ, തൊഴിലാളി ക്യാമ്പുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പാറ തുരക്കൽ എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പാത പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ വയനാട്, കോഴിക്കോട് ജില്ലകൾക്കിടയിലുള്ള ദൂരം ഒരുപാട് കുറയും. അത് അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിലുമൊക്കെ തന്നെ സുപ്രധാന ഒരു വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വലിയൊരു വികസന പദ്ധതി കൂടിയാണ് ഈ തുരങ്കപാത എന്നുള്ളത്. അതായത് നമ്മുടെ കോഴിക്കോട് ഭാഗത്താണ് പാറ തുരക്കുന്ന പ്രവൃത്തി ഇന്ന് ആരംഭിക്കുന്നത്. ഈ ആനക്കാംപൊയിൽ എന്നാണ് ഈ തുരങ്കപാതയുടെ തുടക്കഭാഗമായി പറയുന്നെങ്കിലും കൃത്യമായ സ്പോട്ട് എന്ന് പറയുന്നത് മറിപ്പുഴയാണ്. മറിപ്പുഴയിൽ സ്വർഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ തുരക്കൽ പ്രവൃത്തി ആരംഭിക്കുന്നത്. വലിയൊരു മലയാണ് തുരക്കേണ്ടതായിട്ടുള്ളത്. ഈ ടണൽ റോഡിൻ്റെ തുരങ്കത്തിൻ്റെ ദൈർഘ്യം എന്നത് 8.11 കിലോമീറ്ററാണ്. ഒപ്പം സമീപന റോഡ്, പാലങ്ങളൊക്കെ നിർമ്മിക്കേണ്ടതായുണ്ട്. അതൊക്കെ ചേർന്ന് വരുമ്പോൾ 8.73 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ആകെയുള്ള ദൈർഘ്യം എന്ന് പറയുന്നത്. ഏതായാലും 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. കൊങ്കൺ റെയിൽവേക്കാണ് ഈ നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതലയൊക്കെ തന്നെയുള്ളത്. 2134 കോടി രൂപ ചിലവിലാണ് പാത നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. മുഖ്യമന്ത്രിയുണ്ട്, പൊതുമരാമത്ത് മന്ത്രി, കിഫ്ബിയുടെ പ്രതിനിധികൾ, മറ്റു മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ് ഏതായാലും മറിപ്പുഴയിൽ നിന്ന് നടക്കാൻ പോകുന്നത്. ഈ ബ്ലാസ്റ്റിംഗ് ആയതുകൊണ്ട് നിയന്ത്രിച്ച് ആളുകൾക്ക് മാത്രമേ, അതായത് നിയന്ത്രിതമായി മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പം നാട്ടുകാർക്ക് ഈ പ്രവൃത്തി കാണുന്നതിന് വേണ്ടി മറിപ്പുഴ സ്കൂൾ ഗ്രൗണ്ടിൽ ലൈവായി തന്നെ ഈ ഇന്നത്തെ പരിപാടി, അത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ലൈവായി കാണാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, നാട്ടുകാർക്ക് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപകടകരമായ രീതിയിലൊന്നും അടുത്തേക്ക് പോകരുത്, ആ കാര്യത്തിലൊക്കെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.